ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിത സഹസ്രനാമത്തിലെ 30-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ അർത്ഥം സഹിതം നോക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധര. അർത്ഥം: കാമേശനാൽ, കാമേശൻ എന്നുദ്ദേശിക്കുന്നത് പരമശിവൻ, കാമേശനാൽ ബദ്ധമായ, അതായത് കെട്ടപ്പെട്ട, മാംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്ന കന്ധരയോട് കൂടിയവൾ. കന്ധര കഴുത്ത്. അപ്പോൾ അർത്ഥം എന്താണ്? പരമശിവനാൽ കെട്ടപ്പെട്ട, മാംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്ന കഴുത്തോടു കൂടിയവൾ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അംബിക അവതരിച്ചതിനു ശേഷം, അതായത് ലോകമംഗളത്തിനു വേണ്ടി അവതരിച്ചതിനു ശേഷം, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ എന്നീ ത്രിമൂർത്തികൾ, അതുകൂടാതെ നാരദരും മറ്റു ദേവർഷികളും അപ്സരസ്സുകളും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാവരും തന്നെ അംബികയെ വന്നുകണ്ട് പ്രണമിച്ചു. ബ്രഹ്മദേവൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വകർമാവ് ഭഗവതിക്ക് വസിക്കുന്നതിനായി അമരപുരം എന്ന വിശിഷ്ടമായ ഒരു നഗരം നിർമ്മിച്ചു. ഗണപതി ഭഗവാനും ക്ഷേത്രപാലകന്മാരും കോടിക്കണക്കിന് യോഗിനികളും ഭൈരവന്മാരും സപ്തമാതാക്കളും സ്കന്ദദേവനും വടുകൻ, വീരഭദ്രൻ തുടങ്ങിയവരും ഭഗവതിയെ വന്ദിച്ചു നിന്നു. ഭഗവതിക്ക് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ച മനോഹരമായ നഗരം കണ്ടപ്പോൾ അംബികയോടൊപ്പം ഒരു പുരുഷനും കൂടി ഉണ്ടായാലേ നഗരത്തിന് പൂർണ്ണത ഉണ്ടാകൂ എന്ന് ബ്രഹ്മദേവന് തോന്നുകയും ബ്രഹ്മാവിൻ്റെ മനസ്സിൽ മഹാദേവൻ്റെ രൂപം വരികയും ചെയ്തു. ബ്രഹ്മാവ് മഹാദേവനോടും മഹാവിഷ്ണുവിനോടും കൂടി അംബികയുടെ അടുക്കൽ എത്തുകയും അംബികയെ പ്രണമിക്കുകയും തുല്യയോഗ്യതയുള്ള ഒരു പുരുഷനെ ഭർത്താവായി വരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അംബിക ബ്രഹ്മാവിൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂമാല ആകാശത്തേക്ക് എറിയുകയും ചെയ്തു. ആ മാല ആകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കാമേശ്വരൻ്റെ കഴുത്തിൽ പതിക്കുകയും ചെയ്തു. ദേവിയുടെ ഇംഗിതം ഇങ്ങനെ പ്രകടമായപ്പോൾ ബ്രഹ്മാവും ദേവസമൂഹവും ചേർന്ന് വിവാഹകർമ്മത്തിന് വട്ടം കൂട്ടി. ദേവിയുടെ സഹോദരനായ ത്രിവിക്രമൻ ദേവിയെ വിധിപ്രകാരം ശങ്കരന് പത്നിയായി ദാനം ചെയ്തു. ആ വിവാഹ സമയത്ത് ശാസ്ത്രവിധിപ്രകാരം ദേവിയുടെ കഴുത്തിൽ കാമേശ്വരനായ ശങ്കരൻ ബന്ധിച്ച മംഗല്യസൂത്രത്തെയാണ് ഈ 30-ാമത്തെ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ കാമേശ്വരനാൽ, അതായത് പരമശിവനാൽ ബദ്ധമായ കെട്ടപ്പെട്ട മാംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്ന കന്ധരയോടു കൂടിയവൾ, കഴുത്തോടു കൂടിയവൾ എന്നാണ് ഈ ശ്ലോകത്തിൽ അംബികയെ വർണ്ണിക്കുന്നത്. നിങ്ങൾക്ക് ലളിത സഹസ്രനാമത്തിലെ ഈ 30-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.